ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? ഞാൻ ശ്രീരാഗ്. SRG യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതോ ഇന്ന് നമ്മളെവിടെ പോകുന്നത്? ഡണ്ടി യൂണിവേഴ്സിറ്റി. ഇന്ന് നമ്മൾ പോകുന്നത് ഡണ്ടി യൂണിവേഴ്സിറ്റിയാണ്. ഡണ്ടി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫോർമൽ ഇവൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ പോകുന്നത് ഡണ്ടിയിൽ ട്രെയിനിലാണ്. അപ്പോൾ ഇതാണ് പെർത്ത് റെയിൽവേ സ്റ്റേഷൻ. പെർത്ത് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അത് ഏകദേശം 80s-ലാണ്. 1801 ഇതായാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, സ്കോട്ട് റെയിൽ ആപ്പ് ഉണ്ട്. ആ വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അവിടെ കൗണ്ടേഴ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഫോണിൽ QR കോഡ് ഉണ്ട്, അത് അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്തു, അത് ഓപ്പൺ ചെയ്തു, അങ്ങനെ അതിനുള്ളിൽ കടന്നു. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് അവനും കൊടുത്തു. അവന് 2 ടിക്കറ്റ് ഒരു ഫോണിലായതുകൊണ്ട് അവനും അതെടുത്ത് സ്കാൻ ചെയ്തു. പിന്നെ അങ്ങനെ ഞങ്ങളിതാ പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. ഞങ്ങൾ ട്രെയിൻ 7:55-നാണ്. അപ്പം ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ ട്രെയിനിൻ്റെ ഒരു ഭാഗം ഉണ്ട്. അവിടെ ട്രെയിൻ വന്നിട്ടുണ്ടോ? ഇതെന്തൊന്ന് നേരത്തെ ആണോ? അല്ലാതെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ. ശരിയാണല്ലോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോട്ട് ട്രെയിൽ. അപ്പോൾ ഇതാ വേഗം കയറിക്കോ, ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്ക് എവിടെ സീറ്റ് കണ്ടുപിടിക്കാം? അവിടെ ടോയ്ലറ്റാ, അങ്ങോട്ട് പോവാം അല്ലേ? അവിടെ ഇരിക്കാം. അതാ അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ അതാ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഡണ്ടിയിലേക്കാണ് പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇരിക്കാം അല്ലേ? അപ്പം നമ്മൾ ഒരു സീറ്റ് കണ്ടുപിടിച്ചത് ഇവിടെ ഇരിക്കുന്നു. ഇതാണ് സ്കോട്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ. നല്ല സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റാണ്. നടുവിലൊരു ടേബിൾ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ലാപ്ടോപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് വർക്ക് ചെയ്യാം. ഗൈസ്, നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി 25 മിനിറ്റാണ് ഡണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ TT വന്ന് നമ്മളെ ടിക്കറ്റ് അതാ സ്കാൻ ചെയ്തു, QR കോഡ്. താങ്ക് യു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മളെ സ്വന്തം ടേ റിവറാണ് ഇതാ കാണുന്നത്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ നീന്താൻ പോകുന്നല്ലേ? നമ്മളത് ആ സ്പോട്ടിലടാ, അവിടെ അല്ലേ നീന്താൻ പോയത്? പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെൽപ്പാടൊക്കെ ഉണ്ടോടാ? പൊട്ടറ്റോ. ഇപ്പൊ നമ്മളൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ പേര് കണ്ടോ? ഇൻവർ ഗൗരി. ഗേലിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻവർ ഗൗരി എന്ന് പറയുമ്പോൾ ഗൗരി, നമ്മളെ നാട്ടിലെ ഗൗരി അമ്മൂമ്മേന്റെ ഗൗരി അല്ല. അപ്പോൾ നമ്മൾ പെർത്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ഇൻവർ ഗൗരി. അതെ, പെർത്ത് കഴിഞ്ഞ് ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ, 25 മിനിറ്റ്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഇൻവർ ഗൗരിയിലെത്തി. ഇനി അടുത്ത ഡണ്ടിയാണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഡണ്ടി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബോർഡ് എഴുതുമ്പോൾ ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ്, ഏത് സ്റ്റേഷനിൽ എത്തി എന്നൊക്കെ മനസ്സിലാവും. ഡണ്ടി ഏകദേശം എത്തി. അങ്ങനെ ഡണ്ടി സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോമിലേക്ക് അടുപ്പിക്കുന്നു ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ ഡണ്ടി റെയിൽവേ സ്റ്റേഷൻ. നമ്മളെ ഏകദേശം നാട്ടിലൊക്കെ ഒരു ലുക്ക് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ എല്ലാ സ്ഥലത്തും കണക്ക് തന്നെയാണ്. ഇവിടെ നമ്മളതേ സംഭവം തന്നെയാണ്. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ, സ്കോട്ട് ട്രെയിൻ. ഇതിന് ആബഡിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോം 4-ലാണ് ഒന്ന് ഇറങ്ങി. ഇനി ഞങ്ങളിത് അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വഴി പുറത്തേക്ക് കണ്ടുപിടിക്കണം. എടാ, ഇവിടെയാണോ വഴി? ഇല്ലല്ലോ, അത് അവിടെ. ഓക്കെ, നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ അയ്യോ, എനിക്ക് വഴി തെറ്റി, സോറി. അവൻ അതിൽ കൂടെ കിടന്നു. അതെന്നാ പരിപാടിയുടെ പോവേ. ഓക്കെ, ഇനിയിപ്പോൾ അതാ അവിടെയും. ഇനിയിപ്പോൾ അതാ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യലെ ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യണം. അതും ഇതേപോലെ എന്താ പറയുക, നമ്മുടെ മൊബൈലിൻ്റെ QR കോഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സെയിം നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്നത് ഇവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. പിന്നെ അതാ സെയിം തന്നെ സ്വാഭാവികം. ഒരു ഫോണിലാണ് 2 ടിക്കറ്റ് ആയതുകൊണ്ട് അവന് കൊടുത്തു, അവനതെടുത്തു. പിന്നെ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് അടുത്ത ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എസ്കലേറ്ററും ഉണ്ട്, ഇതും ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് വേണമെങ്കിൽ അതിൽ കൂടെ നടന്നു പോവാം. എസ്കലേറ്റർ പോവുകയാണെങ്കിൽ അതിൽ കൂടെ പോവാം. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതാൽ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഡണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനല്ലേ, എന്താ വലുപ്പം. പിന്നെ സൈനിങ് ബോർഡ് കാര്യങ്ങൾ, ഇവിടെ ഷോപ്പുണ്ട്, ടെസ്കോ ഷോപ്പുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ 2 സൈക്കിളിൻ്റെ ആൾക്കാരെ കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും സൈക്കിളുണ്ട്. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറം വശം. അപ്പോൾ പിന്നെ ഞങ്ങളിതാ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നു പോവാണ്. ഈ ഡണ്ടി സിറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡണ്ടീൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ ജൂട്ട് ജാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഡണ്ടിയിൽ ഫേമസ്. എടാ, വിശക്കുന്നുണ്ടോ?
വിശക്കുന്നുണ്ട്, അതെന്താ ചോദ്യം? കയറി നീ കഴിച്ചാലോ? ഇല്ല, നമ്മുടെ സൂപ്പർ സ്നാക്ക് കടയുണ്ട്. നമ്മള് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടല്ലോ അല്ലേ, അവിടെ പോയി കഴിക്കാം. ഇപ്പോൾ രാവിലെ നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈം ഡണ്ടി വന്ന സമയത്ത് എനിക്കൊരു ഷോപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ സ്നാക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ റാപ്പ് അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ സ്നാക്ക്, ഡണ്ടി യൂണിവേഴ്സിറ്റീൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നല്ല ലാഭം കേട്ടോ. ഇവിടെ ഏകദേശം 1 പൗണ്ടിന് 2-3 പൗണ്ടിൻ്റെ ഒക്കെ താഴെയാണ്. കണ്ടില്ലേ, ഇവിടെ മെക്സിക്കൻ റാപ്പ്, പല പല റാപ്പുകളുണ്ട്. ചിക്കൻ ടിക്ക റാപ്പ്, മസാല റാപ്പ്, എന്തൊക്കെയോ റാപ്പുകളുണ്ട്. പിന്നെ ഡോണറ്റ്സ് എല്ലാം ഉണ്ട്. നമ്മൾ സാധാ സബ്വേൻ്റെ അതേ സിസ്റ്റം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതേപോലെ റാപ്പാക്കി തരും. അപ്പോൾ ഞങ്ങൾ 2 മെക്സിക്കൻ റാപ്പാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ആസ് യൂഷ്വൽ പേ ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള പുള്ളിക്കാരി നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് തന്നു. അപ്പോൾ നമ്മൾ 2 മെക്സിക്കൻ റാപ്പ് വാങ്ങി, 2 ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി. അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇവൻ്റെ പരിപാടിക്ക് കയറാൻ. 9 മണിക്കല്ലേ തുടങ്ങുന്നത് പറഞ്ഞത്? 10 മണി. പക്ഷേ 9 മണിയാകുമ്പോൾ അവിടെ എത്തണം. 1 മണിക്കൂർ മുമ്പേ കയറണം എന്നാണ് പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഡണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ എത്ര എൻട്രൻസ് ഉണ്ട്? ഇവിടെ നമ്മളെ എൻട്രൻസ് ഇതൊക്കെ അവരുടെ ബിൽഡിംഗ്, ഇതെല്ലാം അവരുടെ ബിൽഡിംഗ് ആണ്. ഫുള്ള് ബിൽഡിംഗ് അല്ലേ? ഐ മീൻ ഫുള്ള് ബിൽഡിംഗ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലുകളില്ലല്ലോ ഇവിടെ. സിറ്റിയിൽ സ്പ്രെഡായി കിടക്കല്ലേ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, പിന്നെ മെഡിക്കലിന് ഇതിനൊക്കെ വേറൊരു ക്യാമ്പസ്, പിന്നെ 9 വിങ്സിൽ വേറൊരു 3 ക്യാമ്പസ്. എന്താടാ അവിടെ ഒരു ഗ്ലോബൽ റൂം എന്ന് പറഞ്ഞ സംഭവം കാണുന്നത്? നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇവൻസും, പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ, എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളിവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ കഴിഞ്ഞ 3-5 മാസം കണ്ടായിട്ടില്ല ഇതാ സാധനം. ഫ്രീ ക്യാമ്പസ് പാൻട്രി അല്ലേ? അതെ, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. കൊള്ളാല പരിപാടി. അപ്പോൾ അത് എല്ലാ സ്റ്റുഡൻസിനും കിട്ടുമോ? എല്ലാ സ്റ്റുഡൻസിനും കിട്ടും. സ്റ്റുഡൻസിൻ്റെ പുറത്തുള്ളവർക്ക് കിട്ടുമോ? ഇല്ല, ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാതരം ഫുഡ് ഉണ്ടാവും? അല്ല, അത് വേരി ചെയ്യും. ചിലപ്പോൾ ബ്രെഡ്, സാൻഡ്വിച്ചസ് ആയിരിക്കും കൂടുതൽ, പാസ്ത അങ്ങനത്തെ ഒക്കെ. ഇവിടുത്തെ ഏകദേശം ഫുഡില്ലേ അത്. അമ്മയും മോനും യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടോ? അമ്മ ഇവിടെ സ്റ്റുഡൻ്റാണ് തോന്നുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇതിൻ്റെ സ്ഥലം? ഇതിപ്പോൾ ലൈബ്രറി. ഇത് കഴിഞ്ഞ് ഇതാണോ ലൈബ്രറി? അതെ. ഓക്കെ. 2 ലൈബ്രറി ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ക്യാമ്പസിലാണ്, അത് മെഡിക്കൽ സയൻസിൻ്റെതും. ഇതാണ് നമ്മുടെ ഈടുള്ള ടൗണിൽ തന്നെയുള്ള നമ്മുടെ ലൈബ്രറി. ഓക്കെ ഓക്കെ. ഇവിടെയാണ് മെയിനായിട്ട് എല്ലാ ലെക്ചേഴ്സും നടത്തുന്നത്. ഇതാണ് നിങ്ങളെ മെയിൻ ലെക്ചർ റൂം അല്ലേ? ഇവിടെ ഏതൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉള്ള ഈ ഹാളിൽ വരിക? അല്ല, ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ ഏരിയ അല്ല, ഇത് സത്യം പറഞ്ഞാൽ സിറ്റീൻ്റെ സിറ്റീൻ്റെ ഭാഗം തന്നെയല്ലേ? റോഡുണ്ട്, വണ്ടിയൊക്കെ നോക്കിക്കോ. അങ്ങനെ ഡണ്ടി യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ലെക്ചർ നടക്കുന്ന സ്ഥലമായ ഡാൽ ഹൗസിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ബിൽഡിംഗ്. അയ്യോ ചതിച്ചു ഗൈസ്, അവിടെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഇവന്റ് നടക്കുക തോന്നുന്നില്ലടാ. എന്തോ ഇവന്റ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇവന്റ് വരുമ്പോൾ ഇവരിങ്ങനെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അവർ ചെയ്യുന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം. പിന്നെ നമ്മൾ വാങ്ങിയ റാപ്പ് എന്തായാലും കഴിക്കാം. എന്തായാലും റാപ്പ് ഒന്ന് തുറന്നു നോക്കണം. ഇവിടുത്തെ അടിപൊളി റാപ്പൊക്കെ റാപ്പാണ്. എന്താ പോലെ ടോസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പൊളിപ്പനാക്കി തന്നിട്ടുണ്ടല്ലോ റാപ്പ്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മളെ ഇവന്റ് നടക്കുന്നത്, സ്റ്റാർട്ടപ്പ് എലവേറ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മളിവിടെ പുഷ് ചെയ്തു, അവസാനം വന്നു, നമ്മളതിനുള്ളിൽ കയറി. അപ്പോൾ ഇതിൻ്റെ ഉള്ള അടിപൊളി കേട്ടോ. ഇവിടെ ഉണ്ടോ നല്ല വർക്കിംഗ് സ്പേസ് ഉണ്ട്. അതായത് നമ്മളെ മച്ചാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും അവർ സ്പേസ് കൊടുക്കും. അവിടെ നിന്നിട്ടാണ് ഇവൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്കോട്ടിഷ് ഗവൺമെൻറ് ബിസിനസ്സുകൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ. അപ്പോൾ അവർ കുറേ സപ്പോർട്ടിങ് പ്രോഗ്രാം ഇറക്കും. അതിലൊരു പ്രോഗ്രാമാണ് ഈ എലവേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 12 പേരാണ് ഇവർ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടുത്തെ 12 പേരെന്ന് പറഞ്ഞാൽ 12 പേരും 12 ഡിഫറെൻറ്റ് ഫീൽഡിലുള്ളവരാണ്. പിന്നെ ഇവിടെ കണ്ടോ നല്ല വർക്കിംഗ് സ്പേസ് കണ്ടോ. ഇത് ഇവിടെ അതിന് മുമ്പേ ആയിട്ട് ബുക്ക് ചെയ്യണം. പക്ഷേ നമുക്ക് ഒരു സ്പേസാണ് ഇവിടെ. ഇവർ പല സ്പേസുകൾ പ്രൊവൈഡ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാം. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചണിൽ മൈക്രോവേവ് ഉണ്ട്, കോഫി മെഷീൻ ഉണ്ട്, അതേപോലെ ഫ്രിഡ്ജ് ഉണ്ട്, പാലുണ്ട്. നമുക്ക് കാപ്പി ഉണ്ടാക്കിയപ്പോൾ വേണമെങ്കിൽ കുടിക്കാം, ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ഞാനൊരു കാപ്പി എടുത്തു.
അവരെ പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ 12 ആൾക്കാരാണ്. 12 ആൾക്കാരെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർ 12 ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ഈ പ്രോഗ്രാം 4 മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 4 മാസം എന്ന് പറയുമ്പോൾ ഇവർ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യണം. ഇവർ ട്രെയിൻ ചെയ്യും പല രീതികളിൽ. അപ്പോൾ ഇവർ പല സ്റ്റോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ പല പാർട്ടിസിപ്പൻസ് ഇവിടെ സ്റ്റോൾസ് ഉണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഒരു സ്റ്റോളിൽ ഫുൾ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല കാറ്ററിംഗ് ബിസിനസ് ഐഡിയാസ് എന്തെങ്കിലും ആയിരിക്കാം, അതെനിക്കറിയില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെയുള്ള എല്ലാവരും സ്കോട്ടിഷുകാരായാലും ആരായാലും എല്ലാവരും ഇതാ ഇവിടെ വന്നിട്ടാണ് ഫുഡ് അടിക്കുന്നത്. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ലഞ്ച് ടൈം ആയി. അപ്പോൾ നമ്മൾ പക്കോറ, സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഫ്യൂഷൻ പോലെ ആയിട്ടോ. എല്ലാ സ്ഥലത്തും ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട് ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിലായാലും. ഇവൻ എന്നോട് പറഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമിന് ഫുൾ ഇന്ത്യൻ ഫുഡായിരുന്നു. ഇന്ത്യൻ ഫുഡ് പിന്നെ എല്ലാവരും ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞു. കണ്ടില്ല ഇവിടെ എല്ലാവരും ഒരു ഫോർമൽ പരിപാടി കഴിഞ്ഞു, ഫുഡ് കഴിക്കാൻ വേണ്ടിയില്ല എല്ലാവരും എന്ത് കൂളായിട്ട്. അപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇതാണ്. ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ല, തക്കാളിയും ചീസും പിന്നെ നമ്മളെ കക്കരിക്ക ഒലീവ്. പിന്നെ ഇത്ര ക്വാണ്ടിറ്റിയാണ് ഇവിടെയുള്ള ഒരുവിധ ആൾക്കാരും കഴിക്കുന്നതുണ്ട്. വലിയ ക്വാണ്ടിറ്റിയിലൊന്നും കഴിക്കുന്ന കണ്ടില്ല. പിന്നെ അങ്ങനെയാണ് ഈ പരിപാടി. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കണ്ണിൽ എന്തായാലും പെട്ടത് ഫുഡാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു, പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പോകണം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരു പബ്ബിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിൻസ്മിത്സ് എന്ന് പറഞ്ഞൊരു പബ്ബിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കൂടി അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ കണ്ട പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും. അപ്പോൾ അവരവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു, കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. പിന്നെ നമ്മളെ മച്ചാൻ പിന്നെ നല്ല ഒരു പ്രസൻ്റൊക്കെ ചെയ്തു, അടിപൊളിയായിരുന്നു. ഇഷ്ടമായി. ഇനി ഞങ്ങൾ സിറ്റിയിലേക്ക് നടക്കാനുള്ള പ്ലാനാണ്. ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ ഒരു എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാള് പാസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് വേഗത്തും. അപ്പോൾ അതിൽ കൂടെ പോയി അപ്പോൾ മാളൊന്ന് കാണിച്ചു തരും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡണ്ടി സിറ്റി സെൻറ്ററിലത്തെ മാള്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാളാണ്. ഒരുവിധം എല്ലാ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികം, എല്ലാ മാളും പോലത്തെ മാൾ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഈ വഴി കൂടെ സ്ട്രെയിറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി സെൻറ്ററിലെത്തി. ഇതാണ് ഡണ്ടി സിറ്റി സെൻറ്റർ, സിറ്റി സ്ക്വയർ അല്ലടാ. ഡണ്ടി സിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡണ്ടീൻ്റെ ഹൃദയഭാഗമാണ്. ഇവിടെയാണ് ഒരുവിധം കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഒരു അപ്പൂപ്പൻ്റെ സ്റ്റാച്യു കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഈ ഡണ്ടി സിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 80s ഉണ്ടാക്കിയെന്നാണ് ഹിസ്റ്ററി. അതേപോലെ ഇവിടെ നല്ല സ്പേസാണ്, ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കാറ്. ഞാൻ എപ്പോൾ വരാറ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഉണ്ടാവും. ഇന്നും അവിടെ എന്തോ ഒരു ഇവൻറ്റ്സ് ഉണ്ട്, ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ. പിന്നെ ഇവിടെ നല്ലൊരു ഫൗണ്ടെയിൻ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കള എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നതാണ്, നല്ല രസമുണ്ട്. പിന്നെ ഫൗണ്ടെയിൻ 2 ഫൗണ്ടെയിൻ ഉണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട് ഒന്ന് ഇപ്പുറത്തും ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് സിറ്റി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഡണ്ടി സിറ്റി സെൻറ്ററിൽ കൂടെ നടന്നു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒരു ഹൈ സ്ട്രീറ്റ് ഉണ്ടാവും, അവിടെ വണ്ടിയും കാര്യങ്ങളൊന്നും പോകില്ല. അവിടെ ആൾക്കാർക്ക് നടന്നു പോകാം, അപ്പുറത്തിപ്പുറത്ത് മിഠായി തരുവ് പോലത്തെ പരിപാടി. അപ്പോൾ ഞങ്ങളിത് ഡണ്ടി സിറ്റി സെൻറ്ററിൽ കൂടെ അങ്ങനെ നടന്നു പോവാണ്. ഇവിടുത്തെ ഈ ഡണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡണ്ടിയിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡണ്ടി ഇത്രയും വെൽത്തിയാവാൻ കാരണം ജൂട്ടും ജാം ട്രേഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ വേറെ നമ്മുടെ വൺ ആൻഡ് ഓൺലി GTA Vice City, GTA San Andreas, അതായത് റോക്ക് സ്റ്റാർ ഗെയിം, അത് ഡെവലപ്പ് ചെയ്ത് ഡണ്ടിയിലാണ്. DMA എന്ന് പറഞ്ഞൊരു DMA ഡിസൈൻ എന്നാണ് അവരെ ആദ്യത്തെ പേര്. അവർ ഇവിടുന്നാണ് ഫസ്റ്റ്, ഇവിടുത്തെ സിറ്റിത്തെ ആർക്കിടെക്ചറും കാര്യമൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് അവരെ ഗെയിം ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങളിത് അങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. കുഴപ്പമില്ല, ഇവിടുത്തെ ഐസ്ക്രീം ഷോപ്പ് എന്താ സ്ഥിതി എന്നറിയില്ല, ഞങ്ങൾ വാങ്ങണം. പിന്നെ ഇത് ഇവൻ എന്നെ സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ജലാറ്റിനേറിയ എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഒരുവിധ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല കൊതി കണ്ടിട്ട് കയറിയതാണ്. ഇവിടെ 3-4 ടൈപ്പ് കോണുണ്ട്, അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രിങ്ങിലൊക്കെ ചെയ്തിട്ട്. അപ്പം ഞങ്ങളൊന്ന് വാങ്ങി. അമ്മല്ലേ എൻ്റെ മോനെ ഒന്നും പറയാല്ല ഗൈസ്, ഐസ്ക്രീം പൊളി സാധനങ്ങളാ. എമ്മാരുടെ ടേസ്റ്റ്, ഇത് സാധാ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇത് ഒരു സ്പെഷ്യൽ. ഇത് സാധാ സ്ട്രോബെറിയുടെ ടേസ്റ്റ് അല്ല, എന്തോ ഒരു ജലാറ്റോ. ആ കാണുന്നതാണ് ടേ റോഡ് ബ്രിഡ്ജ്. 2.5 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു, 2.5 കിലോമീറ്റർ നീളം. പിന്നെ ഈ കാണുന്നതാണ് കടൽ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, നല്ല മരത്തിൽ നല്ല ഫിനിഷ് ചെയ്ത്. അതേപോലെ അതിൻ്റെ അവിടെ കണ്ടു ഇവരിവിടെ കുറച്ച് സ്ഥലത്ത് മണൽ കൊണ്ടിട്ടുണ്ട്.
അതായത് നമ്മളെ ഒരു ബീച്ചിൻ്റെ ഒരു സെയിം അതേ ഒരു ടച്ച് വരാനായിരിക്കാം ഇവിടെ കുട്ടികൾക്ക് കളിക്കാം. ഞാൻ വരുമ്പോൾ കണ്ടോ അവിടെ ഒരു കുട്ടി ഇങ്ങനെ മണലും വരികയും കളിക്കുന്നു. പിന്നെ ഇവിടെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ, സൈക്കിൾ ഓടിക്കാം, പിന്നെ ആൾക്കാർക്ക് ഓടാം, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അതായത് എന്താ പറയുക, ഫ്രീ ആകുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം, ടൈം കുറേ സ്പെൻഡ് ആവും. ഇങ്ങനെ ഒരാളും കൂട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ഡണ്ടീൻ്റെ ലാൻഡ്മാർക്ക്, ഇപ്പോഴത്തെ ലാൻഡ്മാർക്കായ VNA വിക്ടോറിയ ആൽബർട്ട് VNA ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസിയമാണത്. പിന്നെ അത് ആൾക്കാർ ഇത് ഓടുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി പോകുന്നത്. പക്ഷേ അതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കണ്ടോ നല്ല കഫേ ഉണ്ട്. വണ്ടിയിൽ ചെറിയ കുട്ടി വണ്ടിയിൽ കഫേ കണ്ടില്ലേ, നല്ല രസമുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുള്ളായ ഫ്ലവേഴ്സ് കാണാം, നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇപ്പോൾ ഈ VNA എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കാണുന്ന VNA എന്ന് പറഞ്ഞാൽ ഡണ്ടീൻ്റെ മെയിൻ ലാൻഡ്മാർക്കാണ്. ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ല, കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ വാർത്തിട്ട് ഇങ്ങനെ സൈഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ച പോലെ നല്ല രസമുണ്ടല്ലേ, എന്താ രസം. അത് പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ല, അത്രയും ബ്യൂട്ടിഫുള്ളാണ് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിട്ട്. ഈ VNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് ജാപ്പനീസ് ആയ കെൻഗോ കൂമ എന്നൊരു ആർക്കിടെക്റ്റാണിത് നിർമ്മിച്ചത്. ജാപ്പനീസിലെ ജപ്പാൻ ഫേമസ് ആയൊരു ഇതാണ്. പിന്നെ അവിടെയാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ കാണും ഈ നമ്മളിത്. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഉള്ളിലൊരു മ്യൂസിയം പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി. അപ്പോൾ ഇവിടെ VNA കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല രസം കേട്ടോ, എന്താ രസം, നല്ല അതിൻ്റെ ഡിസൈൻസൊക്കെ അതേപോലെ അങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ഇവിടെ പിന്നെ നല്ല ലാംപ്സൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ബുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കടൽ നോക്കി നമുക്ക് ഇരിക്കാം. അതായത് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇരുന്നാൽ നല്ല രസം കേട്ടോ, കടൽ നോക്കി വർക്ക് ചെയ്യാം. ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളുണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് നല്ല രസമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറുകയാണ്. മേലെ ഒന്ന് പോയി നോക്കാം. ഈ മ്യൂസിയത്തിൽ നമ്മൾ നട്ടുന്ന അടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ ഇവർ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഏഷ്യൻ കൺട്രീസ് നിന്ന് കൊണ്ടുവന്നതാണ്. അതേപോലെ തൊപ്പി, നമ്മളെ പണ്ടത്തെ സ്റ്റീലിൻ്റെ സാധനങ്ങളും, പിന്നെ രാജാക്കന്മാരെ കസാരയും. അതേപോലെ ഒരു റെഡ് കുട്ടി വണ്ടിയുണ്ട്. ഇത് സ്കോട്ട്ലാൻഡ് കൂടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ, അതായത് ടാർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് ഡിസൈനാണ്. അത് സ്കോട്ട്ലാൻഡിൻ്റെ ഒരു ട്രഡീഷണൽ ഡിസൈനാണ്. അതായത് നമ്മളെ കള്ളിമുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു കമ്പിളി പുതപ്പിൻ്റെ ഒക്കെ ഡിസൈൻ അത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ സീറ്റൊക്കെ ഈ ടാർട്ടൻ എന്ന് പറഞ്ഞ ഡിസൈൻ വെച്ചിട്ട് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു എക്സിബിഷൻ. പിന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മളെ സീകളൊക്കെ വെള്ളത്തിൽ കുളിക്കുന്ന കണ്ട. നിങ്ങൾ ഈ മുമ്പിൽ കാണുന്ന ഒരു പഴയ കപ്പൽ കണ്ടോ, ഇതാണ് RRS ഡിസ്കവറി എന്ന് പറയുന്നത്. ഈ കപ്പൽ ഡണ്ടിയിലാണ് ഇവർ ഉണ്ടാക്കിയത്, മാനുഫാക്ചർ ചെയ്തത്. ഈ കപ്പലിൻ്റെ മെയിൻ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെർച്ച് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കപ്പൽ ഉണ്ടാക്കിയത്. അന്റാർട്ടിക്കയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനും റീസെർച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കപ്പൽ ഉണ്ടാക്കിയത്. ഈ കപ്പൽ ഏകദേശം 1900 ഇവർ ഡിസൈൻ ചെയ്തത്. പിന്നെ 1920 ഇത് കേടുപാടുകൾ വരികയും പിന്നെ അത് അവരൊരു മ്യൂസിയം ആക്കി മാറ്റി. ഇപ്പോൾ ഡണ്ടീൻ്റെ തന്നെ മെയിൻ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കപ്പലാണ്. അതായത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കപ്പലാണ്. അപ്പോൾ ഞങ്ങൾ ഡണ്ടിയിൽ നിന്ന് ട്രെയിൻ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ടോ ഇതിൻ്റെ വിൻഡോ സീറ്റ് കണ്ടോ, വിൻഡോ നല്ല രസമല്ലേ കാണാൻ, ഒരു LED TV വെച്ചോലുണ്ട് അല്ലേ, നല്ല രസമുണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ വരുന്ന സമയത്ത് ഇരുണ്ടിട്ടായിരുന്നു, അതായത് ഇരുടായിരുന്നു. ഇപ്പോൾ വെയിലുണ്ട്, അപ്പോൾ നല്ല രസമുണ്ട്, നല്ല വിഷ്വൽസൊക്കെ നല്ല രസമുണ്ട്. ഒരു ടി വിയിൽ പ്ലേ ചെയ്യുന്ന പോലെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഡണ്ടി യൂണിവേഴ്സിറ്റിയും ഡണ്ടിയും മൊത്തം കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്താ പറയുക, ഈ എലവേറ്റർ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു സമയമായി. പിന്നെ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് ഭാഗമൊക്കെ ഞങ്ങൾ സിറ്റീൻ്റെയും പിന്നെ ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് മ്യൂസിയങ്ങൾ കാണിച്ചിട്ടില്ലടാ. ഇവിടെ ഡണ്ടിയിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കാണിച്ചു തന്നെ. അപ്പോൾ ഞങ്ങൾ പിന്നെയും പെർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. പെർത്ത് റെയിൽവേ സ്റ്റേഷൻ രാവിലെ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം രാവിലെ ഞങ്ങൾ ഓടുകയായിരുന്നു, സമയം വഴിക്ക് ഓടുകയായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, 1881 ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. നല്ല രസം, ഇതിൻ്റെ ഒരു പഴമ നമുക്ക് കാണാം. പിന്നെ എന്താ പറയുക, ചില സ്ഥലത്തൊക്കെ നമുക്കൊരു ഹാരി പോട്ടർ ഫീൽ തോന്നും, കാരണം അതിൻ്റെ ഒരു കണ്ടില്ലേ ഒരു ആർക്കിടെക്ചർ അങ്ങനെ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയില്ലെന്ന് കുറച്ച് സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അടുത്ത വീഡിയോ ആയി ഞാൻ പുതിയൊരു വ്ളോഗിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.